അപ്പം നമുക്കിന്നൊരു സേമിയ പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഒരു 5 അച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിൽ പഞ്ചസാര എല്ലാം ഉണ്ട്. ഇത് ഞാൻ അലിയിച്ചെടുക്കുകയാണ്. ഞാൻ അലിയിച്ചെടുത്ത് ഇത് മാറ്റി വയ്ക്കും കേട്ടോ. വേറെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് ഇടണതിൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ ഇത്തിരി കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ നെയ്യിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല മണമാണ് ഇതിന്. അങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി സീഡ്ലെസ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതന്നെ കാണാനൊരു ഭംഗി. ക്രിസ്മസ് ഇട്ടാൽ മറ്റേ കളർ ഇട്ടാലും മതി കേട്ടോ. വേറെ ഞാനിപ്പോൾ കറുപ്പാണ് ഉണ്ടാവും. സീഡ്ലെസ് ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അതിലെ കുരു കടിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലേ പായസത്തിൻ്റെ ഉള്ളിൽ. ഇതായി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ ഇതായിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി സേമിയ, വറുത്ത സേമിയ ആയാലും നമ്മളൊന്ന് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. എന്നാലേ പായസത്തിൻ്റെ ഒരു രസം വരണം. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തതാണ്, എന്നാലും അത് നമ്മൾ ഈ നെയ്യിലിട്ടിട്ട് ഒരു ചുമന്ന കളറെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഇതിലേക്ക് പിന്നെ നമുക്ക് ഓരോരുത്തരും ഓരോ വിധത്തിലാണ്. ചിലർ പാൽ വെച്ചിട്ടാണ് ചെയ്യുക. ഞാനൊരു നാളികേരത്തിൻ്റെ 1-ാം പാൽ 2-ാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ 2-ാം പാലാണ് ഞാൻ അതിൽ ചേർക്കുക. അതിന് മുന്നേ നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതരിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ആദ്യം. എന്നിട്ട് അതിൽ കിടന്ന് വേവണത്. നല്ല രസമായിട്ട് ഈ പായസം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കിയ പായസമാണ്. അപ്പോൾ അവൾ ജോലിക്ക് പോയിക്കാണ്, വരുമ്പോഴേക്കും ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിതായി ഒന്ന് അതിൻ്റെ കളർ ചേഞ്ച് കണ്ടല്ലോ, അതായപ്പോൾ ഞാൻ ശർക്കര പാനിയാക്കി. ഞാൻ വേറെ പഞ്ചസാര ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ശർക്കര പാനി ഒഴിച്ചിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കാം. നന്നായി വറ്റി വരുമ്പോഴാണ് നമ്മൾ 2-ാം പാൽ ഒഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. ഇനി ഇതിലും കിടന്നിട്ട് നമ്മൾ നന്നായി വറ്റി വരുന്നത്. അങ്ങനെയൊക്കെ ആയി വരുമ്പോഴാണ് പായസത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. പെട്ടെന്നായി വരും കേട്ടോ. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇളക്കി കൊടുത്ത് നമ്മൾ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്ത് നമ്മളിതിങ്ങനെ പറ്റിച്ചൊരു ഇതെടുത്ത് കഴിയുമ്പോഴാണ് പിന്നെ 1-ാം പാൽ ഒഴിക്കണം. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഇതുണ്ടല്ലോ നമ്മുടെ അണ്ടിപ്പരിപ്പ് കിസ്മസ്. പിന്നെ ഇതിലൊരു കൂട്ടം ഞാൻ ചേർക്കുന്നത് ബട്ടറാണ്. അതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഇതിങ്ങനെ വറ്റി വന്നപ്പോൾ ഞാൻ അതിൽ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു നാളികേരത്തിൻ്റെ 1-ാം പാലാണ്. അപ്പോൾ അതൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തിളപ്പിക്കരുത് കേട്ടോ.
അതിൽ ആ ചൂടിൽ കിടന്നാവണം. അപ്പോൾ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കണ കാരണം ഒരു ചെറിയ ഒരു ഇത് കാണിച്ചു കേട്ടോ. അല്ലെങ്കിൽ അത് തീയിൽ കിടന്നിട്ട് അങ്ങനെ ആയാൽ മതി. ആ ചൂടാക്കണ്ട. പിന്നെ തീ ഓഫ് ചെയ്യുന്നത് കേട്ടോ. ആ ചൂടിൽ ബട്ടർ ഒന്ന് അലിഞ്ഞ് ചേർന്നാൽ മതി. പിന്നെ നമ്മൾ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാരയിൽ പൊടിച്ച് വെച്ചാണ്. ഒരു 2 സ്പൂണ് പഞ്ചസാരയിൽ ഏലക്കായ പൊടിച്ചതാണ്. ഒരു 5-6 പഞ്ചസാരയുടെ പഞ്ചസാരയല്ല, ഏലക്കായയുടെ കുരു പഞ്ചസാരയിലിട്ട് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളയ്ക്കണമെന്നില്ല. വേണ്ട, ആ ബട്ടർ അതിൽ കിടന്ന് അലിഞ്ഞു. അപ്പോൾ ഏലക്കായുടെ പൊടി ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനൊട്ടും മറക്കരുത്. എൻ്റെ പുതിയ ചാനലാണ്. താങ്ക് യു. ബൈ.